ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തലേ ദിവസം കുതിരാനിട്ട 1/2 കപ്പ് കടല 1/2 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 5 വിസിൽ കൊടുത്ത് വേവിക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഒത്തിരി വഴറ്റി എടുത്തിട്ടില്ല, അല്പം നിറം മാറിയതേ ഉള്ളൂ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 കഷ്ണം ഇഞ്ചി ചതച്ചതും 3 പച്ചമുളകും നെടുകെ കീറിയതും ഇത് ഇത്രയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. കടല വേവിച്ചതിൽ ഉപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയാണ്. ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. വേവിച്ച കടല വെള്ളത്തോടെ ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇതിലേക്ക് 1 കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് തന്നെയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലെയിം ഓഫാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. ഓയിൽ ഒഴിക്കുക. കടുക്, കറിവേപ്പില, 3 വറ്റൽമുളക്. ഫ്ലെയിം ഓഫാക്കാം. ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്.